ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ് ഡ്രീം മീഡിയ. എല്ലാവർക്കും ജാസ് ഡ്രീം മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എയർ ഷോയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ HAL ധ്രുവ് എന്ന ഹെലികോപ്റ്ററിൻ്റെ എയർ ഷോയാണ് ഈ കാണുന്നത്. ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമാണ് ഈ ഹെലികോപ്റ്ററുകൾ. 2002 ആദ്യമായി ഇവ ഉപയോഗിച്ചു തുടങ്ങിയത്. ഏകദേശം 400-ൽ പരം ഹെലികോപ്റ്ററിൻ്റെ യൂണിറ്റുകൾ ഇതുവരെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. HAL ധ്രുവ്, HAL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ധ്രുവ് എന്നാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ യഥാർത്ഥ പേര്. ഹെലികോപ്റ്ററിൻ്റെ പ്രദർശന ചിഹ്നമാണ് മയിൽ. ഇതൊരു മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ്. ഇന്ന് ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ഭാഗമാണ്. സാരംഗ് എന്ന പ്രദർശന ടീമാണ് ഈ എയർ ഷോ നടത്തുന്നത്. 1984 നവംബറിൽ HAL രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ് HAL ധ്രുവ്. 1992 ഈ ഹെലികോപ്റ്ററുകൾ ആദ്യമായി പറന്നു തുടങ്ങിയത്. 1998 പൊക്രാൻ ആണവ പരീക്ഷണത്തെ തുടർന്ന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലവും അതുപോലെ സൈന്യത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾ മൂലവും ഈ ഹെലികോപ്റ്ററുകളുടെ വികസനം പിന്നെയും നീണ്ടുപോയി. സംസ്കൃതത്തിൽ നിന്നാണ് ധ്രുവ് എന്ന പേര് വന്നത് കേട്ടോ. ഇതിനർത്ഥം ഇളക്കാനാവാത്ത, ഉറച്ചുപോയത് എന്നൊക്കെയാണ്. ഇന്ന് മറ്റ് പല രാജ്യങ്ങളിലേക്കും HAL വികസിപ്പിച്ചെടുത്ത ഈ HAL ധ്രുവ് എന്ന ഹെലികോപ്റ്ററുകൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായി. നമ്മുടെ അഭിമാനമാണ്, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇന്ന് HAL ധ്രുവ് ഹെലികോപ്റ്ററുകൾ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ഒക്കെ ഈ ഹെലികോപ്റ്ററുകൾ ഇന്ന് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പല വേരിയൻറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട്. HAL രുദ്ര, അങ്ങനെ പല വേരിയൻറ്റുകളും ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല രാജ്യക്കാർക്കും അവരവരുടെ സൈനിക ആവശ്യങ്ങൾക്കായി ഇന്ന് HAL ഈ ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ചു നൽകുന്നു. വളരെ മനോഹരമായൊരു പ്രദർശനമായിരുന്നു ഈ സാരംഗ് പ്രദർശന ടീം കാഴ്ചവെച്ചത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അത് മനസ്സിലാകും. അത്രയും വളരെ മനോഹരമായിട്ടാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഏകദേശം 1.25 മണിക്കൂറോളം ഈ പ്രദർശനമുണ്ടായിരുന്നു. അതുപോലെ മറ്റ് പല രാജ്യങ്ങളും അവരുടെ ഹെലികോപ്റ്ററുകൾ, അതുപോലെ അവരുടെ ചെറുവിമാനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് അതിൽ വേറെ ഒരു രാജ്യത്തിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഷോയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ നടക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ മനോഹരമായ എയർ ഷോയാണ് അവതരിപ്പിച്ചത്. അവരുടെ ചെറുവിമാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിമാനങ്ങളുടെ പ്രദർശനം, അതുപോലെ തന്നെ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, അവയുടെ പ്രത്യേക ഷോ, അതുപോലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ സ്റ്റെൽത്ത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ പവർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള എയർ ഷോ നടത്തുകയുണ്ടായി. ഏകദേശം 2-3 ദിവസങ്ങളിലായിട്ടാണ് ഈ എയർ ഷോ നടന്നത്. എല്ലാ ഭാഗങ്ങളും ഒന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസങ്ങളിലായിട്ടാണ്. കുറേയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി തുടർന്നും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ട് സാധിക്കും. പല വീഡിയോകളും ഞാൻ ഇതിൻ്റെ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് എനിക്കും തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ എയർ ഷോയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ മറ്റു വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ വിജയം. മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു.
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. വീണ്ടും കാണാമെന്ന് നിങ്ങളോടെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജാസ്ട്രീ മീഡിയ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ബൈ ബൈ എല്ലാവർക്കും.